ഒരു മനുഷ്യന് ആത്മീയതയിലേക്ക് വഴുതി വീഴുവാൻ ഒരേ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ചിന്തയോ മതിയാകും. അതുപോലെ തന്നെ ആ ആത്മീയത ഒരു അഹങ്കാരമായി മാറുവാനും ഒരു നിമിഷം മാത്രം മതി. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു കഥയിലൂടെ വ്യക്തമാക്കാം. ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായി അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചിരുന്നു. എല്ലാ രീതിയിലും ഒരു നല്ല ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. എന്നാൽ ആ രാജാവിന് ഒരേ ഒരു കാര്യം മാത്രം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിനും അപ്പുറമായിരുന്നു. കാമാസക്തി വല്ലാതെ അദ്ദേഹത്തെ വിഴുങ്ങിയിരുന്നു. ഒരു നാൾ രാജാവ് ദാസിയുമായി ശയിച്ച ശേഷം തൻ്റെ കിടപ്പറയിൽ നിന്നും പുറത്തേക്ക് പോയി. വളരെ ക്ഷീണിതയായിരുന്ന ദാസി രാജാവിൻ്റെ മെത്തയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. തിരിച്ചു വന്ന രാജാവ് കാണുന്നത് തൻ്റെ മെത്തയിൽ ശയിക്കുന്ന ദാസിയെയാണ്. ദേഷ്യം സഹിക്കാനാവാതെ രാജാവ് ഒരു ചാട്ടവാറെടുത്ത് ദാസിയെ ആഞ്ഞടിച്ചു. അടികൊണ്ട ഭാഗം വല്ലാതെ ചുവന്ന് അതിൽ നിന്നും രക്തം വരുവാൻ ആരംഭിച്ചു. എന്നാൽ രാജാവിനെ അത്ഭുതപ്പെടുത്തിയത് ദാസിയുടെ പെരുമാറ്റമാണ്. കരയുന്നതിന് പകരം ദാസി ചിരിക്കുകയാണ് ചെയ്തത്. കാര്യം അന്വേഷിച്ച രാജാവിനോട് ദാസി പറഞ്ഞു, അല്പനേരം ഈ മെത്തയിൽ കിടന്നുറങ്ങിയ എനിക്ക് ഇത്ര വലിയ ശിക്ഷ ലഭിച്ചു. അങ്ങനെയെങ്കിൽ കാലങ്ങളായി ഈ മെത്തയിൽ ശയിക്കുന്ന അങ്ങയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത് എന്ന്. ദാസിയുടെ മറുപടി ശ്രവിച്ച രാജാവിൻ്റെ ചിന്ത ആഴങ്ങളിലേക്ക് പതിച്ചു. ആ നിമിഷം തന്നെ രാജാവ് ഒരു തീരുമാനമെടുത്തു. സുഖഭോഗങ്ങൾ നിറഞ്ഞ ജീവിതത്താൽ താൻ എന്തു നേടി? ശാശ്വതമായി ഒന്നും തന്നെ നേടിയില്ല. രാജാവ് തൻ്റെ മകനെ രാജ്യം ഏൽപ്പിച്ച് അന്നു തന്നെ തൻ്റെ ആത്മയാത്ര ആരംഭിച്ചു. ഒരേ ഒരു വാക്കിലാണ് അദ്ദേഹത്തിന് ഈ മാറ്റം സംഭവിച്ചത്. സന്യാസം സ്വീകരിച്ച അദ്ദേഹം ഒരു നാൾ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. കുറച്ചു നേരം നടന്നപ്പോൾ ഒരു ആശ്രമം അദ്ദേഹത്തിൻ്റെ മിഴിയിൽ തെളിഞ്ഞു. അത് ഒരു വലിയ മഹർഷിയുടെ ആശ്രമമായിരുന്നു. ത്രികാലജ്ഞാനിയായ ആ മഹർഷിയോട് രാജാവ് ദാഹജലം ആവശ്യപ്പെട്ടു. അപ്പോൾ മഹർഷി പറഞ്ഞു, നിന്നെപ്പോലെയുള്ള ഒരു ആസക്തി നിറഞ്ഞ നീചന് നാം ദാഹജലം നൽകുകയില്ല എന്ന്. ഇത് കേട്ട രാജാവ് വിഷമത്തിൽ പറഞ്ഞു, അതേ മഹർഷി, നമുക്ക് സംഭവിച്ചത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. രാജാവും ആ മഹർഷിയും മരണമടഞ്ഞത് ഒരു ദിവസമാണ്. സ്വർഗത്തിൻ്റെ വാതിക്കൽ രാജാവിനെ കണ്ട മഹർഷി മനസ്സിൽ കരുതി, എന്തായാലും ഈ വ്യക്തിയെ സ്വർഗത്തിൽ കയറ്റുകയില്ല. മഹർഷി സ്വർഗത്തിലേക്ക് കടക്കുവാൻ തുടങ്ങിയ സമയം കാവൽക്കാർ തടഞ്ഞു. മഹർഷിയെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചു. രാജാവിനായി സ്വർഗവാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. മഹർഷി കാര്യം തിരക്കി. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അങ്ങ് ത്രികാലങ്ങളും അറിഞ്ഞവനാണ്. അങ്ങനെയുള്ള അങ്ങ് എന്തുകൊണ്ടാണ് ആ രാജാവിന് ദാഹജലം നിഷേധിച്ചത്? എന്നാൽ രാജാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ചുകൊണ്ടാണ് ഇതുവരെ ജീവിച്ചത്. ആ ഒറ്റ കാര്യത്തിലാണ് അദ്ദേഹം ഉയർന്നതും അങ്ങേക്ക് സ്വർഗം നിഷേധിക്കപ്പെട്ടതും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.